നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മണലിപ്പുഴയിലേക്ക് വീണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായ കാർ 6ാം ദിനം കണ്ടെത്തി. ചൂണ്ടയിടുകയായിരുന്ന പ്രദേശവാസികളാണ് കാർ കണ്ടെത്തിയത്. മകളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശാസ്താംപൂവം ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് വനവിഭവശേഖരണ കിറ്റുകൾ വിതരണം ചെയ്തു. വിതരണം നബാർഡ് അതിരപ്പള്ളി മറ്റത്തൂർ ട്രൈബ്സ് പദ്ധതിയുടെ ഭാഗമായി. തൃശൂർ അതിരൂപത പിതൃവേദിയുടെ നേതൃത്വത്തിൽ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മണലിപ്പുഴയിലേക്ക് വീണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായ കാർ 6ാം ദിനം കണ്ടെത്തി. അപകടം നടന്ന കാച്ചക്കടവിന് താഴെ 200 മീറ്റർ നീങ്ങിയാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിൽ കാർ കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 3:30 നെന്മണിക്കര ഭാഗത്ത് ചൂണ്ടയിടുകയായിരുന്ന ബെന്നിയാണ് കാർ പുഴയിൽ മുങ്ങിക്കിടക്കുന്നത് ആദ്യം കണ്ടെത്തിയത്. പുതുക്കാട് അഗ്നിരക്ഷാ സേനയെയും പോലീസിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4-ന് അർദ്ധരാത്രിയിലാണ് കാർ പുഴയിലേക്ക് പതിച്ചത്. ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന ഇലക്ട്രിക് കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. ആലുവയിലെ സ്വകാര്യ കോളേജിലെ LLB വിദ്യാർത്ഥിയായ സിനാൻ ആലുവയിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത്. കാർ വളവുള്ള ഭാഗത്തുവെച്ച് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് തെന്നി നീങ്ങുകയായിരുന്നു. സിനാൻ ഡോർ ഗ്ലാസിലൂടെ ചാടിയിറങ്ങി നീന്തി രക്ഷപ്പെട്ടെങ്കിലും കാർ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തുടർന്ന് പുതുക്കാട് അഗ്നിരക്ഷാ സേനയും സ്കൂബ ടീമും ചേർന്ന് കാറിനായി തിരച്ചിൽ നടത്തിയെങ്കിലും ശക്തമായ ഒഴുക്ക് പ്രതിസന്ധിയായിരുന്നു. പുഴയിലെ ജലനിരപ്പ് കുറഞ്ഞ ശേഷം കാറിനായി വീണ്ടും തെരച്ചിൽ നടത്താമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇതിനിടയിലാണ് കാർ കണ്ടെത്തിയത്. മകളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് മുനയ്ക്കൽ സുനാമി ഉന്നതി സ്വദേശി പോത്തെഴുത്ത് വീട്ടിൽ ഷില്ലി ആണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കേസിൽ പോലീസ് പറയുന്നതിങ്ങനെ: അഴീക്കോട് മുനയ്ക്കൽ സുനാമി ഉന്നതിയിലെ വീട്ടിൽ വെച്ച് പ്രതിയും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ മകൾ ഭാര്യയുടെ പക്ഷം പിടിക്കുന്നതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണമുണ്ടായത്. പ്രതി മകളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വായ് പൊത്തിപ്പിടിക്കുകയും കൈകൊണ്ട് അടിക്കുകയും കൈ പിടിച്ചു തിരിച്ച് കൈവിരലിന്റെ എല്ല് പൊട്ടിക്കുകയും ചെയ്തു. തുടർന്ന് വെട്ടുകത്തി ഉപയോഗിച്ച് തലയിൽ വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SHO സി രമേശ്, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SIമാരായ അതുൽ മോഹൻ, ജാക്സൺ ജോസഫ്, സെബി, ഗ്രേഡ് SCPOമാരായ ജിജിൻ ജെയിംസ്, ഷമീർ, വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. നബാർഡ് അതിരപ്പള്ളി മറ്റത്തൂർ ട്രൈബ്സ് പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിലെ ശാസ്താംപൂവം ഉന്നതിയിലെ വനവിഭവ ശേഖരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വനവിഭവ ശേഖരണ കിറ്റുകൾ വിതരണം ചെയ്തു. 7 തരത്തിലുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയ കിറ്റുകളാണ് വിതരണം ചെയ്തത്. കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം AA റഫീഖ് നിർവഹിച്ചു. VSS സെക്രട്ടറി വിനോദ് കുമാർ, VSS പ്രതിനിധികളായ സേവ്യർ, ജോബീന്ദ്രൻ, പ്രോജക്ട് മാനേജർ K നിഖിൽ, ഫീൽഡ് കോർഡിനേറ്റർ B അജിത് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. വനവിഭവ ശേഖരണ പ്രവർത്തനങ്ങൾ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുന്നതിനും ശേഖരിക്കുന്ന വനവിഭവങ്ങളുടെ അളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിനും കിറ്റുകളുടെ വിതരണം സഹായകരമാവുമെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂർ അതിരൂപത പിതൃവേദിയുടെ നേതൃത്വത്തിൽ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. ചടങ്ങ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പിതൃവേദി ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ടിങ്കിൾ വാഴപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ അതിരൂപത പ്രസിഡന്റ് PT ജോസഫ്, സെക്രട്ടറി ജോബി ഫ്രാൻസിസ്, ട്രഷറർ ഷാജു വർഗീസ്, സംഘടന ഏകോപന സമിതി അതിരൂപത കൺവീനർ ഷിൻഡോ മാത്യു, ജനറൽ കൺവീനർ ബാബു കുണ്ടുകുളം, പ്രോഗ്രാം കൺവീനർ വിൻസ്റ്റൺ പാലാട്ടി, ജോജു നീലങ്കാവിൽ, ജോസ് ഒലക്കിയെങ്കിൽ എന്നിവർ സന്നിഹിതരായി. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മാർ ആൻഡ്രൂസ് താഴത്തിനെ ഡയറക്ടറും പ്രസിഡന്റും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പ്രത്യേക ആശംസാഗാനവും കേക്ക് മുറിക്കലും ഉണ്ടായിരുന്നു. തുടർന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകിയും ഷെവലിയർ പദവി ലഭിച്ച അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളത്തിനെ പൊന്നാട അണിയിച്ചും ആദരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുറഞ്ഞ സമുദായം ഏതാണെന്നറിയുമോ? ഏറ്റവും കൂടുതൽ കുറഞ്ഞത് 1961-62
വില്ലേജ് സർവേയിൽ ഏകദേശം 7 ലക്ഷത്തോളം ഉണ്ടായിരുന്നവർക്ക് 65,000 താഴെ ഇന്ത്യയിൽ മുഴുവൻ കൂടി പാർസികളാണ് ആദ്യം അന്യം നിന്ന് പോയി. പിന്നെ അന്യം നിന്ന് പോകുന്ന സമുദായം ഏതെന്നറിയോ? ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് സിറിയൻ കാത്തലിക്. ആരാണ് ഈ സിറിയൻ കാത്തലിക്? ഇപ്പൊ നമ്മുടെ ഔദ്യോഗിക പേരെന്ന്, നമ്മുടെ സമുദായത്തിന്റെ ഔദ്യോഗിക പേരെന്തെന്ന് അറിയാം, സീറോ മലബാർ. അത് കുട്ടികൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതണം കേട്ടോ. നമ്മുടെ പേര് ഏത് റിലീജിയനാണ്, ഏത് കാസ്റ്റാണെന്ന ചോദ്യത്തിന് സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് എഴുതണം. ആ സിറിയൻ കാത്തലിക് ആണ് ഇന്ത്യയിൽ ഈ പാർസികൾ കഴിഞ്ഞാൽ ഏറ്റവും വേഗം അന്യം പോകുന്നത്. എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ 10 യൂണിറ്റാണ് ഈ വർഷത്തിൽ പുതുതായിട്ട് അതിരൂപതയിൽ രൂപീകൃതമായത്. നമുക്ക് കൈയടിച്ചുകൊണ്ട് ഈ അഭിമാന മുഹൂർത്തത്തെ നമുക്ക് സന്തോഷത്തിൽ കാണാം എന്നുള്ളതാണ്. പറയുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഞാൻ ഈ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ പ്രധാനപ്പെട്ട കാരണമായത്? അദ്ദേഹം പറയുന്നത് ഇതാണ്: ഈ ആധുനിക ലോകത്ത് ശാസ്ത്രങ്ങളുടെ വളർച്ചയുടെ അങ്ങേയറ്റത്ത് ലോകം എത്തി നിൽക്കുമ്പോഴും ഡിജിറ്റൽ യുഗത്തിന്റെ കരാളഹസ്തത്തിൽ ലോകം അകപ്പെട്ടപ്പോഴും ഇത്രയേറെ വ്യതിയാനങ്ങൾ ലോകത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളിലൊക്കെ നേരിട്ടപ്പോഴും ഇവിടെ കെടാതെ ഒളിമങ്ങാതെ നിലനിൽക്കുന്ന, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കത്തോലിക്ക മതവിശ്വാസം എങ്ങനെ നിലനിൽക്കുന്നു എന്ന അന്വേഷണത്തിലാണ് ഞാനൊരു കത്തോലിക്ക മതവിശ്വാസിയായി തീർന്നത് എന്ന്. രൂപതയിലെ അപ്പച്ചന്മാരുടെ ആത്മീയവും ശാരീരികവും ഭൗതികവുമായ ശാക്തീകരണത്തെ ഉദ്ദേശിച്ച് രൂപീകൃതമായ ഒരു സംഘടനയാണ്. എന്നാൽ അതിലുപരി പിതൃവേദി ഊന്നൽ കൊടുക്കുന്നത് 40 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ് എന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം. ഈ മീറ്റിംഗിൽ വെച്ച് തന്നെ അംഗങ്ങളുടെ മക്കളെ ഫുൾ A+ നേടിയ SSLC +2 വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. ചെലവ് വന്നത് 720 രൂപ. 16/4/2026 പിതൃവേദിയുടെ പ്രഥമ ഡയറക്ടറി പ്രകാശനം ചെയ്യുകയും ഉപകരിച്ച അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഈ പിതൃവേദിയുടെ ഇന്നത്തെ ഭാരവാഹികളെ നമുക്കൊരു നല്ലൊരു കയ്യടിയോടുകൂടി അവരെ നമുക്ക് ആദരിക്കാം. നമ്മുടെ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് തിങ്കുളച്ചനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഇന്നിവിടെ നമ്മുടെ ഒരു CITU പറപ്പൂക്കര പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU പറപ്പൂക്കര പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. KG ഷൈജു അധ്യക്ഷനായി. MK അശോകൻ, PR രാജൻ, A രാജീവ്, ഷാജു പള്ളത്ത്, KS ഹെനിൽ, രതി എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് കോർഡിനേഷൻ കൺവീനറായി MK അശോകൻ, ജോയിന്റ് കൺവീനർ TK മനോഹരൻ എന്നിവരെ തീരുമാനിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ആൻഡോ ചിരിയങ്കണ്ണത്ത് കൊടിയേറ്റം നിർവഹിച്ചു. സഹവികാരി ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ, കൈക്കാരന്മാരായ ബൈജു മുള്ളക്കര, സൈമൺ മാപ്രാണത്തുകാരൻ, ജോയ് മന്നളി, ആന്റണി വെളയനാട്ടുകാരൻ, ജനറൽ കൺവീനർ PC ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഓഗസ്റ്റ് 14, 15 തീയതികളിലാണ് തിരുനാൾ. അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കൊടകര നെല്ലിശ്ശേരി ചെതലൻ ഫാമിലി ട്രസ്റ്റിന്റെ വാർഷിക സമ്മേളനം ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് അന്തോണിക്കുട്ടി ചെതലൻ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യപ്രഭാഷണം നടത്തി. കൊടകര സെന്റ് ജോസഫ് ഫെറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി സപ്ലിമെന്റ് പ്രകാശനം നിർവഹിച്ചു. കോർഡിനേറ്റർ ജോസഫ് ചെതലൻ നന്ദിപുലം രചിച്ച ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന പുസ്തകം ട്രസ്റ്റ് രക്ഷാധികാരി ഫാദർ ആൻഡ്രോസ് ചെതലൻ പ്രകാശനം ചെയ്തു.
കവി രാജ മേക്കാട് പുസ്തക ആസ്വാദനം നടത്തി. കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ, പഞ്ചായത്ത് അംഗം മിനി ദാസൻ, സിസ്റ്റർ റൂബി ചെതലൻ, CR ഇട്ടോപ്പ്, CP വർഗീസ്, ലിവിൻ ജോൺ എന്നിവർ പ്രസംഗിച്ചു. മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതി സംസ്ഥാന കമ്മിറ്റി യോഗം തൃശൂരിൽ നടത്തി. യോഗത്തിൽ സംസ്ഥാന രക്ഷാധികാരി റിട്ടയർഡ് DYSP പ്രശോഭിനെ പുസ്തകങ്ങൾ നൽകി ആദരിച്ചു. സംസ്ഥാന ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് ഐനിക്കത്തറ, സംസ്ഥാന ട്രഷറർ സന്തോഷ് പുളിച്ചുവട്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വിജയൻ ഏലാക്കുളം, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മൊയ്തീൻ, വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി സിന്ധു സന്തോഷ് എന്നിവർ സന്നിഹിതരായി. കേരള NGO അസോസിയേഷൻ പുതുക്കാട് ബ്രാഞ്ച് പ്രവർത്തക യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം IB മനോജ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് ജോഷി P കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി PR ദിനി, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺലി മാത്യു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP ദിബു, M വിനോദ്, ബ്രാഞ്ച് ട്രഷറർ AS രാകേഷ് എന്നിവർ പ്രസംഗിച്ചു. SNDP യോഗം കല്ലൂർ മാവിൻചുവട് ശാഖയുടെ വാർഷിക പൊതുയോഗം നടത്തി. SNDP പുതുക്കാട് യൂണിയൻ സെക്രട്ടറി TK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് TI നാരായണൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും വിവിധ പദ്ധതി പ്രകാരമുള്ള ധനസഹായങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടത്തി. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം രഘു, ശാഖാ സെക്രട്ടറി തിലകൻ അയ്യഞ്ചിറ, സന്തോഷ്, കല്ലൂർ ശാഖാ സെക്രട്ടറി MR മനോജ് കുമാർ, ഭരത ശാഖാ സെക്രട്ടറി PV അനുകുമാർ, ശാഖാ പ്രസിഡന്റ് ചന്ദ്രൻ കോർണാടൻ, മേഖലാ കൺവീനർ സുകുമാരൻ പുന്നക്കത്തറയിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മുരിയാട് NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം ബിന്ദു G മേനോൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് ശങ്കരൻകുട്ടി അധ്യക്ഷനായി. കരയോഗം വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ, താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് R ബാലകൃഷ്ണൻ, മുരിയാട് മേഖലാ പ്രതിനിധി സോമൻ മുത്രത്തിക്കര, കരയോഗം സെക്രട്ടറി രഞ്ജിത്ത്, വനിതാ സമാജം പ്രസിഡന്റ് വിജയലക്ഷ്മി, യൂണിയൻ പ്രതിനിധി VS കണ്ണൻ, കരയോഗം ജോയിന്റ് സെക്രട്ടറി ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും രാമായണ മത്സര വിജയികളെയും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഓഗസ്റ്റ് 12ഓടെ ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യത. മധ്യപ്രദേശിന് മുകളിലായി ന്യൂനമർദ്ദം തുടരുന്നു. കേരളത്തിൽ ഓഗസ്റ്റ് 14 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വേലുപ്പാടം വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ഓഗസ്റ്റ് 14, 15 തീയതികളിലായി ആഘോഷിക്കും. 14 രാവിലെ 6:30 ആഘോഷമായി വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, പള്ളിചുറ്റി പ്രദക്ഷിണം, രൂപമെഴുന്നള്ളിച്ചു വയ്ക്കൽ ചടങ്ങുകൾ നടക്കും. 15 ഊട്ടുതിരുനാൾ ദിനത്തിൽ രാവിലെ 6 വിശുദ്ധ കുർബാന, നൊവേന, ഊട്ടാശീർവാദം എന്നിവ നടക്കും. രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് കാർമ്മികനാകും. ഫാദർ അജിത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകും. രാവിലെ 8, ഉച്ചയ്ക്ക് 1, ഉച്ചതിരിഞ്ഞ് 3, വൈകിട്ട് 4 സമയങ്ങളിലും തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. കാലാവസ്ഥ. കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ FTMന്റെ ഒരു താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഓഗസ്റ്റ് 17 രാവിലെ 10:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ചാലക്കുടി ഗവൺമെന്റ് വനിതാ ITIയിലെ വിവിധ NCVT അംഗീകൃത ട്രേഡുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 14-നകം ITIയിൽ നേരിട്ടെത്തി പ്രവേശനം നേടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9995395278 9947325362. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. ഉളുമ്പത്തുംകുന്ന് കോമ്പാറ ഗൗരി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ. കൊളത്തൂർ വിവേകാനന്ദ അംഗൻവാടിയിലെ മുൻ ഹെൽപ്പറായിരുന്നു. പരേതനായ ശങ്കരനാണ് ഭർത്താവ്. മകൻ പ്രദീപ്.
തലവണിക്കര പരേതനായ അവണാളി കൃഷ്ണൻകുട്ടി നായർ ഭാര്യ അമ്മിണിയമ്മ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11-ന് പാറമേക്കാവ് ശാന്തിക്കട്ടിൽ. മുൻ പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് നെടുമ്പാൾ കാരിക്കോട്ട് നാരായണൻ മാസ്റ്റർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുതുക്കാട് തെക്കേത്തുറവ് തെനോളിൽ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് ചിറങ്ങാട്ട് ലീലയാണ് ഭാര്യ. ബാലകൃഷ്ണൻ, കൃഷ്ണപ്രസാദ് എന്നിവർ മക്കളും ഷാരി മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മണലിപ്പുഴയിലേക്ക് വീണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായ കാർ 6-ാം ദിനം കണ്ടെത്തി. ചൂണ്ടയിടുകയായിരുന്ന പ്രദേശവാസികളാണ് കാർ കണ്ടെത്തിയത്. മകളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവിനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശാസ്താംപൂവം ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് വനവിഭവശേഖരണ കിറ്റുകൾ വിതരണം ചെയ്തു. വിതരണം നബാർഡ് അതിരപ്പള്ളി മറ്റത്തൂർ ട്രൈബ്സ് പദ്ധതിയുടെ ഭാഗമായി. തൃശൂർ അതിരൂപത പിതൃവേദിയുടെ നേതൃത്വത്തിൽ അതിരൂപത മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.